സൈനിക തലവന്മാരെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഓപ്പറേഷന് പകരം ലോകത്തെ ഏറ്റവും വലിയ ചാര സംഘടനയാണെന്ന് അവർ അവകാശപ്പെടുന്ന അല്ലെങ്കിൽ അവർ ഊറ്റം കൊള്ളുന്ന മൊസാദിനെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കാം. അങ്ങനെ കഴിഞ്ഞ ദിവസം മൊസാദിന് ഈ ബന്ദികളെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഏത് ഓപ്പറേഷനും എങ്ങനെ വേണമെങ്കിലും നടത്താം എന്ന് പറയുന്ന വിധത്തിൽ ഒരു പരിപൂർണമായ അധികാരം ഇസ്രായേൽ ഭരണകൂടം വാർ ക്യാബിനറ്റ് നൽകുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ സർവ്വ ചുമതലയും മൊസാദിന് കൈമാറിയതിന് പിന്നാലെയാണ് 3 പേരെ ആളുമാറി ഇസ്രായേൽ സൈന്യം സ്വന്തം പൗരന്മാരെ തന്നെ വെടിവെച്ച് കൊല്ലുന്ന സാഹചര്യമുണ്ടായത്. ഇതോടുകൂടി ഇസ്രായേൽ ജനതയുടെ മുഴുവൻ പ്രതീക്ഷയും, അതായത് നെതന്യാഹു സർക്കാരിന് മേലുള്ള മുഴുവൻ പ്രതീക്ഷയും നഷ്ടമായി. ബന്ദികളെ മുഴുവൻ വീണ്ടെടുക്കും, ഹമാസിനെ വടിച്ചെടുക്കും, തുടച്ചെടുക്കും, അതുപോലെ ഗസ പിടിച്ചെടുക്കും എന്നൊക്കെ പറഞ്ഞ് ഇസ്രായേൽ യുദ്ധം തുടങ്ങിയിട്ട് ഈ 70-ാം ദിവസം എത്തി നിൽക്കുമ്പോൾ അതിഭയാനകമായ തിരിച്ചടികൾ കൊണ്ട് രക്ഷയില്ലാത്ത വിധത്തിലേക്ക് ഇസ്രായേൽ സൈന്യം മാറിയിരിക്കുന്നു.